നിങ്ങളുടെ ചോദ്യം ഇതാണ്: അനിൽ ജംഷാദിൽ നിന്ന് 2 വർഷത്തേക്ക് 6% സാധാരണ പലിശയ്ക്ക് 12,000 രൂപ കടം വാങ്ങി. ഈ തുക 6% വാർഷിക കൂട്ടുപലിശയ്ക്ക് കടം വാങ്ങിയിരുന്നുവെങ്കിൽ പലിശ ഇനത്തിൽ എത്ര അധികം നൽകേണ്ടി വരുമായിരുന്നു? എന്ന് വെച്ചാൽ കൂട്ടുപലിശയിലാണെങ്കിൽ സാധാരണ പലിശയേക്കാൾ എത്ര അധികം നൽകണം? അധികം നൽകുക എന്നൊക്കെ പറയുമ്പം കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ ചോദിച്ചിരിക്കുന്നേ? കൂട്ടുപലിശ സാധാരണ പലിശയേക്കാൾ എത്ര അധികമാണ് എന്ന് വെച്ചാൽ ഡിഫറൻസാണ് ചോദിച്ചിരിക്കുന്നത്. 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ കോഡ് യൂസ് ചെയ്ത് ചെയ്യാം. എന്നാലും ഞാൻ ഇക്വേഷൻ ഒന്ന് പറയുക. ഇക്വേഷൻ എന്താ? P ഇൻറ്റു R/100 ദ ഹോൾ സ്ക്വയറാണ്. P ഇൻറ്റു R/100 ദ ഹോൾ സ്ക്വയറാണ്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ ഉള്ളൂ. എൻ്റെ കുട്ടികളൊന്ന് പറഞ്ഞേ. P എന്ന് വെച്ചാൽ നിക്ഷേപിച്ച തുകയായ 12,000 ആണ്. 6 പലിശ നിരക്കാണ്. ചോദ്യത്തിൽ പറയുന്നു പലിശ നിരക്ക് 6 ആണ്. അപ്പോൾ R/100 ദ ഹോൾ സ്ക്വയർ ആണ്. 6/100 ദ ഹോൾ സ്ക്വയർ. അതുകൊണ്ട് ഒരു 6/100 കൂടി ഇടുന്നു. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? ക്യാൻസലേഷൻ നോക്കിയേ. 1 2 3 0 1 2 3 0 അത്രയും നിൽക്കട്ടെ. ബാക്കി ഒന്ന് എടുത്ത് എഴുതാം. ബാക്കി ഇവിടെ താഴെ ഒരു 10 ഉണ്ട്, അത് വെട്ടണ്ട, അതവിടെ കിടന്നോട്ടെ. 12 ഇൻറ്റു 6 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 10 അത്രയല്ലേ ഉള്ളൂ. 12 ഗുണം 6 72 ആണ്. 72 ഗുണം 6 432 കിട്ടുന്നേ. 432 ബൈ 10 ഉണ്ട്. 10 കൊണ്ട് ഹരിക്കാന്ന് വെച്ചാൽ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. അപ്പോൾ ഇവിടെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 43 രൂപ 20 പൈസ. ക്ലിയറായോ? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.